രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും. പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ എന്ന് തീയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ, അതുപോലും അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. 69 ലക്ഷത്തോളം പറ്റിച്ചതിന് ശേഷം ഇവരുണ്ടെങ്കിൽ ദിയക്കെതിരെയൊക്കെ കേസ് കൊടുത്ത് അത് അവസാനം അവരുടെ ഭാഗത്താണ് ശരിയെന്നറിഞ്ഞ സമയത്ത് ഇപ്പം 3 പേരെയും കാണാനില്ല, അവർ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇവർ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഇവർ സംസാരിച്ച കുറേയധികം കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവരെ ന്യായം, അതായത് ഇവർ പറയുന്നത് ന്യായമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ആദ്യമേ ജാതി കാർഡും എല്ലാം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ പറഞ്ഞു ജാതി അധിക്ഷേപമൊക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പം നിങ്ങൾ കണ്ട രീതിയിൽ ദിയയുടെ ഭർത്താവായിട്ടുള്ള അശ്വിൻ ഇങ്ങനെ രാത്രി വിളിക്കുകയും ഇതുപോലത്തുള്ള രീതിയിൽ ഇങ്ങനെ രാത്രി വിളിക്കുന്നത് ശരിയല്ല, ഭയങ്കര പൂവാലന്മാരെ പോലെ വിളിച്ച് സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു ടോണിലേക്ക് സംഭവം കൊണ്ടെത്തിക്കാൻ വരെ ഇവരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നടന്നില്ല. അവസാനം അവരുടെ ഭാഗത്താണ് ശരിയെന്ന് തിരിച്ചറിയും അവർക്ക് വലിയ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ സപ്പോർട്ട് കിട്ടുകയും ചെയ്തു.